ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേടിഎമ്മിൽ വന്നിട്ടുള്ള പുതിയ ഫീച്ചേഴ്സ്, അതായത് നമുക്ക് എങ്ങനെ ഒരു പ്രൈവറ്റ് UPI ID നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അതൊക്കെ ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാം, ആ UPI ID ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പം മെയിൻലി 9 ഡിജിറ്റോ അല്ലെങ്കിൽ 8 ഡിജിറ്റോ ന്യൂമറിക് നമ്പേഴ്സ് ആണ് നമ്മുടെ പ്രൈവറ്റ് UPI നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്രൈവറ്റ് UPI നമ്പർ എന്ന് പറയുന്നത് നമുക്കിപ്പം ഒരു 8-9 ഡിജിറ്റ് നമ്പർ മാത്രമാണ് ഈ ഒരു പ്രൈവറ്റ് നമ്പർ എന്ന് പറയുന്നത്. അത് നമ്മൾ UPIയിലെ സെക്ഷനിൽ കൊടുത്തിട്ട് ആ നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ UPIയിലോട്ട് ക്യാഷ് അയക്കാൻ സാധിക്കുന്നതായിരിക്കും പ്രൈവറ്റ് ആയിട്ടും. ആ രീതിയിലാണ് ആ ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത്. ആദ്യം തന്നെ നിങ്ങൾ Paytm ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യാത്തതാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് നിങ്ങളുടെ QR കോഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. നമ്മൾ അതിലൊന്നും ഇപ്പോൾ നോക്കേണ്ടതില്ല. നമ്മൾ നേരെ ഇവിടെ നിങ്ങൾക്ക് UPI ആൻഡ് പേയ്മെന്റ് സെറ്റിംഗ് എന്നൊരു ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിന് താഴെയായിട്ട്. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണും. ഓക്കെ, അപ്പൊ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് അതർ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷനും അതിനെ ധാരാളം താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് മാനേജ് UPI നമ്പർ എന്ന് കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ കാണിക്കുന്നതായിരിക്കും. റിസീവ് മണി ഓൺ മൊബൈൽ നമ്പർ ഫ്രം എനി UPI ആപ്പ്. ഓക്കെ, അപ്പൊ നമ്മുടെ മൊബൈൽ നമ്പർ ഉണ്ട്. സോ നമുക്ക് പ്രൈവറ്റ് നമ്പർ നമ്മുടെ മൊബൈൽ നമ്പർ തന്നെ ആക്കുന്നുണ്ടെങ്കിൽ ലിങ്ക് Paytm ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് പ്രൈവറ്റ് UPI നമ്പർ എന്ന ഭാഗത്ത് ക്രിയേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ക്രിയേറ്റ് പ്രൈവറ്റ് UPI നമ്പർ. അവിടെ നിങ്ങൾക്ക് താഴത്തായിട്ട് യു ക്യാൻ യൂസ് ഇറ്റ് ഇൻ പ്ലേസ് ഓഫ് എ മൊബൈൽ നമ്പർ UPI ID ഓർ അക്കൗണ്ട് ഡീറ്റെയിൽസ് ടു റിസീവ് മണി അക്രോസ് UPI ആപ്സ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു നമ്പറാണ്, അതായത് 8 അല്ലെങ്കിൽ 9 ഡിജിറ്റ് മാത്രമായിരിക്കണം ഈ ഒരു നമ്പർ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രൈവറ്റ് UPI നമ്പറിന്റെ ഒരു ക്രിറ്റീരിയ, അതായത് ഇൻസ്ട്രക്ഷൻസ്, അത് എങ്ങനെയായിരിക്കണം ആ പ്രൈവറ്റ് UPI നമ്പർ എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പൊ ഷുഡ് നോട്ട് സ്റ്റാർട്ട് വിത്ത് എ 0. ഓക്കെ, അപ്പൊ നിങ്ങളുടെ നമ്പറിൽ 0 ഫസ്റ്റ് വരുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് തുടങ്ങരുത്. നിങ്ങളുടെ UPI പ്രൈവറ്റ് നമ്പർ നിങ്ങൾ തുടങ്ങാൻ പറ്റില്ല. 1, 2, 3 നിങ്ങൾക്ക് വരാവുന്നതാണ്. അതുപോലെ തന്നെ ലാസ്റ്റത്തെ സെയിം, അതായത് എല്ലാം ഒരേ ഡിജിറ്റ് ആവാൻ പറ്റില്ല. അതുപോലെ തന്നെ ലാസ്റ്റത്തെ 3 ഡിജിറ്റ് ഒന്ന് തന്നെ ആവാൻ പറ്റില്ല. അതായത് 3, 3, 3 എന്ന രീതിയിൽ അവസാനിപ്പിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ മസ്റ്റ് ആയിട്ട് 8, 9 ഡിജിറ്റ് വേണം. അതുപോലെ തന്നെ അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലൊന്നും നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൽ പ്രൈവറ്റ് നമ്പറായി യൂസ് ചെയ്യാൻ പറ്റില്ല. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 1, 2, 3, 4 ഇങ്ങനെ അസെൻഡിങ് ഓർഡറിൽ, അതുപോലെ തന്നെ ഡിസെൻഡിങ് ഓർഡർ പറഞ്ഞാൽ 9, 8, 7, 6, 5 എങ്ങനെ രീതിയിൽ, ഈ രീതിയിലൊന്നും നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൈവറ്റ് നമ്പർ ആഡ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് നമ്പർ ഇട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഞാനിവിടെ 9 ഡിജിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. 10 ഡിജിറ്റ് അല്ല, 9 ഡിജിറ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയും കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ താഴെ കാണുന്ന സെറ്റ് പ്രൈവറ്റ് നമ്പർ എന്ന് കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് 8 അല്ലെങ്കിൽ 9 ഡിജിറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ പ്രൈവറ്റ് UPI നമ്പറിന്റെ ക്രിറ്റീരിയ ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇത് ചെയ്യുക. ഓക്കെ, ഇപ്പം ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ഗ്രീനില് നമ്മുടെ UPI നമ്പർ എനേബിൾ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും യുവർ പ്രൈവറ്റ് UPI നമ്പർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ UPIയുടെ ഒരു ഐക്കണും അതുപോലെ തന്നെ നമ്മൾ ഇട്ടിട്ടുള്ള ആ ഒരു പ്രൈവറ്റ് UPI നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അത് കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് തന്നതാണ്, അതായത് ഒരു ബാങ്കും നൽകാതെ. മറ്റേ UPI ID എന്നൊക്കെ പറയുന്നത് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുന്ന സമയത്ത് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന UPI ID ആണ്. നമ്മുടെ Paytm നൽകുന്ന പ്രൈവറ്റ് UPI നമ്പർ ആണ്. ഓക്കെ, അപ്പൊ ഇതിന് തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. അപ്പൊ ഡിലീറ്റ് ദ പ്രൈവറ്റ് UPI നമ്പർ ഉണ്ട്, അതുപോലെ തന്നെ ഡിസേബിൾ ദിസ് പ്രൈവറ്റ് UPI.
നിങ്ങൾക്ക് എപ്പം വേണമെന്നുണ്ടെങ്കിലും ഈ പ്രൈവറ്റ് UPI നമ്പർ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഡിസേബിൾ ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, ഈ രണ്ട് ഓപ്ഷനും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതുതായിട്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് അനദർ പ്രൈവറ്റ് UPI നമ്പർ എന്ന ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പുതുതായിട്ടൊരു പ്രൈവറ്റ് UPI നമ്പർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒന്നിലധികം പ്രൈവറ്റ് നമ്പേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുകയാണ്. യൂസ്ഫുൾ ആയിട്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.